അഫാന്റെ ബാപ്പ നാട്ടിലെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയൊരു കൂട്ടക്കൊല നടന്നു, സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് അഫാൻ മൊഴി നൽകിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിൽ അതാണ് വ്യക്തമാക്കിയത്. എത്രത്തോളം ശരിയാണ് ആ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഒന്ന്, കുടുംബമാകെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് അബ്ദുൾ റഹീം നാട്ടിലേക്ക് എത്തുന്നത്. പക്ഷെ അതേസമയം തന്നെ അബ്ദുൾ റഹീമിൻ്റെ ചോദ്യം ചെയ്യലും മറ്റും നടക്കേണ്ടതുണ്ട്. കാരണം ഈ വലിയ ഒരു കൂട്ടക്കൊലയിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചത്, സാമ്പത്തിക പ്രയാസം തന്നെയായിരുന്നു ഈ ഒരു കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് വ്യക്തമാകാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അബ്ദുൾ റഹീമിൽ നിന്നുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ഈ കേസിൽ വളരെ നിർണായകമാണ്. കാരണം അഫാനെ കഴിഞ്ഞ ദിവസം ഒരു കേസിൽ, സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. മറ്റ് കേസുകളിൽ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, അബ്ദുൾ റഹീം നാട്ടിലെത്തിയോ? വിമാനത്താവളത്തിൽ വിമാനം എത്തിച്ചേർന്നു എന്ന് റിപ്പോർട്ടുണ്ട്. പുറത്തേക്ക് വന്നു അബ്ദുൾ റഹീം? വീണ, അല്പസമയത്തിന് മുൻപാണ് ദമാമിൽ നിന്നുള്ള വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. ആ വിമാനത്തിൽ അബ്ദുൾ റഹീം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളാണ് വെഞ്ഞാറുമൂട്ടിൽ നിന്നും എത്തി അദ്ദേഹത്തിനെ സ്വീകരിച്ച് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ളത്. മാനസികാവസ്ഥയടക്കം വളരെ വൈകാരികമായി തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ആരും തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല. നിലവിൽ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം നേരെ പോകുന്നത് വെഞ്ഞാറുമൂട്ടിലേക്കാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞതിന് പ്രകാരമാണെങ്കിൽ DK മുരളി MLA വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം പാങ്ങോട് ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ മകനെ സംസ്കരിച്ച പള്ളിയിൽ പോകുന്നുണ്ട്. അവിടെ പോയി അദ്ദേഹത്തിന്റെ ഇളയ കുഞ്ഞിന്റെ കബറിടം കാണുന്നുണ്ട്, അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ വെഞ്ഞാറുമൂട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യ ഷെമിയെ കാണാനായി പോവുക. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ആ ദിവസത്തിലാണ് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയത്, തിരുവനന്തപുരത്തേക്ക് ജന്മനാട്ടിലേക്ക് എത്തിയത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും അദ്ദേഹത്തിന് അവിടെ നേരിടുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാതെ, യാത്രാരേഖകൾ പുതുക്കാതെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. ദമാമിൽ തന്നെ അദ്ദേഹം ഒരു കാർ വർക്ക്ഷോപ്പ് സ്ഥാപനത്തിൽ ജോലി നോക്കി വരികയായിരുന്നു കഴിഞ്ഞ 1 മാസത്തിലേറെയായി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ചില സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കമുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് യാത്രാരേഖകളൊക്കെ പുതുക്കി നൽകി അദ്ദേഹത്തിന് ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തിരികെ അദ്ദേഹം മടങ്ങുമോ, അതോ അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക ബാധ്യതകളും ഒക്കെ എങ്ങനെ തീർക്കുമെന്നൊക്കെയുള്ള ആശങ്കകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഉറ്റവരെ എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം കുഞ്ഞിനെ അടക്കം ഇല്ലാതായി മറ്റൊരു മകൻ കൊലപാതകിയായി ജയിലിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ കഴിയുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ ഒരു പ്രവാസിയും ആഗ്രഹിക്കാത്ത ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അബ്ദുൾ റഹീം പറന്നിറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇവിടെ നിന്ന് വാഹനം പുറപ്പെട്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം വെഞ്ഞാറുമൂട്ടിലെത്തും. വെഞ്ഞാറുമൂട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം ഒരു പക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ, മാനസികാവസ്ഥ തയ്യാറാണെങ്കിൽ മാത്രമായിരിക്കും മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ ആരായുക. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ സ്വന്തം മകനാൽ സ്വന്തം ഉമ്മ, ഒപ്പം തന്നെ സഹോദരങ്ങൾ 2 പേർ, കൂടാതെ ഭാര്യ ആശുപത്രിയിലാകുന്നു, ഇളയ പുത്രൻ ഇല്ലാതാകുന്ന സാഹചര്യം. അത് വളരെ വൈകാരികമായി തന്നെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. നിറകണ്ണുകളോട് കൂടി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുമുള്ളത്. എന്തായാലും ഇന്ന് നിർണായകമായ ദിവസമാണ്. ഷെമിയെ ഇന്ന് മൊഴിയെടുക്കാനുള്ള സാഹചര്യമുണ്ട്. ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി പോലീസ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോകുന്നത്. കൂടാതെ കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ നൽകാനും 4 പേരുടെ കൊലപാതകത്തിൽ ഇന്ന് അറസ്റ്റ് അഫാന്റെ രേഖപ്പെടുത്താനുമുള്ള സാഹചര്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉമ്മൂമ്മയുടെ മരണത്തിൽ മാത്രമാണ്. ആ കൊലപാതകത്തിൽ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ രാത്രിയോടുകൂടി മജിസ്ട്രേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി അഫാനെ റിമാൻഡ് ചെയ്ത സാഹചര്യമുണ്ട്. മറ്റ് 4 കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അഫാനിൽ നടത്താനുള്ള നടപടിയിലേക്കാണ് വെഞ്ഞാറുമൂട് പോലീസ് അടക്കം കടക്കുകയും ചെയ്തിട്ടുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരത്തിലൊരു അരുംകൊലയിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ അഫാൻ പറയുന്നത്. അത് തന്നെയാണോ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കാനാണ് ഇന്ന് ഷെമിയുടെ കൂടി മൊഴി പോലീസ് രേഖപ്പെടുത്താനൊരുങ്ങുന്നത്. കൂടാതെ ഈ അച്ഛനിൽ നിന്നും, അബ്ദുൾ റഹീമിൽ നിന്നും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ആ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ആ ഒരു മൊഴിയെടുക്കലിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഏറെ നിർണായകമായ ഒരു കേസിൽ അതിന്റെ
നിർണായകമായ ദിവസമായി ഇന്ന് കാണുകയാണ്. മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് 10 മണിയോടുകൂടി തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തി ഷെമിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നതോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശ ചിത്രം തെളിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വീണ.